അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഹംദൻ തീരം കുടുംബാദികളെ, അൽഹംദുലില്ലാഹ് ഒരു യാത്രയിലാണ്. നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യാത്രയിലാണ് ഞാനും ഉസ്താദും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ സ്ഥാപനത്തിന് പുണ്യ റമദാനിൽ സഹായ വാഗ്ദാനം ചെയ്ത സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു പ്രതിഫലം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാളെ മഹാന്മാരായ ബദരീങ്ങളുടെ ആണ്ട് ദിനമാണ്. ഇസ്ലാമിലെ ഏറ്റവും മഹത്വമേറിയ ഒരു ദിനം ബദർ ദിനം. മറ്റുള്ള സമര പോരാട്ടങ്ങളിൽ നിന്ന് ഒരുപാട് ഇസ്ലാമിൽ ഇതര സമര പോരാട്ടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഉഹുദ് നടന്നിട്ടുണ്ട്, ഖന്തഖ് ഉണ്ട്. അതേപോലെ തന്നെ മുത്തുനബി സംബന്ധിച്ച മറ്റ് ഒരുപാട് പോരാട്ടങ്ങളും തങ്ങൾക്ക് ശേഷം മഹാന്മാരായ സ്വഹാബികൾ സംബന്ധിച്ച് വിജയം നാട്ടിയ അല്ലെങ്കിൽ വിജയം വരിച്ച ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ബദറിന് ഇത്ര വലിയ പ്രത്യേകത എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബദരീങ്ങളെപ്പറ്റി പടച്ച റബ്ബ് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചത്, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാരാണ്? അത് മുത്തുനബിയാണ്. ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുത്തുനബിയാണ്. ആ ബദരീങ്ങളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് തന്നെ എന്താ? നബിയെ, ബദരീങ്ങള് അവരുടെ മഹത്വം എന്നത് അവര് ബദറിൽ സംബന്ധിച്ചത് കാരണം അവർ ഇനി ഈ ഭൂമി ലോകത്ത് എന്തും ചെയ്തോട്ടെ, അവർ എന്ത് ചെയ്താലും പ്രശ്നമില്ല, അവർക്ക് സകല ദോഷങ്ങളും ഞാൻ പൊറുക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? സകല ദോഷങ്ങളും ഞാൻ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് അഡ്വാൻസ് ആയിട്ട് പടച്ചറപ്പ് പറഞ്ഞ ഒരു മഹാന്മാരാണ്, ഒരൊറ്റ ഒരു വിഭാഗമാണ് ബദരീങ്ങൾ എന്നത്. അവർ എന്തും ചെയ്തോട്ടെ, അവരുദ്ദേശിക്കുന്നത് എന്തും അവർ ചെയ്താലും നബിയെ തങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കണം, അവർക്ക് ഞാൻ മുഴുവനും പൊറുക്കപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു വിഭാഗത്തിനെ പറ്റിയിട്ട് പടച്ചറപ്പ് വളരെ സ്പഷ്ടമായി നസ്വായിട്ട് പറഞ്ഞ ഒരു വിഭാഗം ഇല്ല. മാത്രമല്ല, നമുക്കറിയാലോ ബദറിൽ പരാജയപ്പെട്ട് ഓടിയത് 12,000 ശത്രുക്കളാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ 12,000 മുശ്രിക്കുകൾ ഉണ്ടായിരുന്നോ? ഇല്ല, 12,000 മുശ്രിക്കുകൾ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാലോ 1000 മുശ്രിക്കുകളാണ് സംബന്ധിച്ചത്. 1000മോ 1000ത്തിൽ പരമോ മുശ്രിക്കുകളാണ് സംബന്ധിച്ചത്. മുസ്ലിം പക്ഷത്ത് 300, 313, 314 ഏതായാലും 300 ചില്ലാനം മഹാന്മാരായ സ്വഹാബികളാണ് സംബന്ധിച്ചത്. ആ 300 ചില്ലാനം ആളുകൾ 1000ത്തിൽ പരം വരുന്ന എല്ലാം സെറ്റപ്പായി എല്ലാവിധ സെറ്റിങ്ങോടുകൂടെ വന്ന ആ യോദ്ധാക്കളായ ശത്രുക്കളോട് പടപൊരുതി വിജയിച്ചു. അവിടെ ആ ബദറിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ബദറിൽ പിശാചുക്കൾ ഇറങ്ങിയിരുന്നു. 11,000 പിശാചുക്കൾ ഇറങ്ങിയിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോഴാണ് ബദറിൽ മഹാന്മാരായ മലക്കുകളും ഇറങ്ങിയത്. അള്ളാഹുവിൻ്റെ വലിയ സഹായം കിട്ടിയ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ ഒരു ബിൽഡപ്പിന് വേണ്ടി, ഇസ്ലാമിൻ്റെ ബിൽഡപ്പിന് വേണ്ടി ത്യാഗം ചെയ്ത ഒന്നാമത്തെ ചരിത്രമാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ വിപ്ലവമാണ് ബദർ എന്നത്. ആ ബദറിൽ 11,000 പിശാചുക്കള് ഈ ശത്രുപക്ഷത്ത് അണിനിരന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. പക്ഷേ ആ ബദറിൽ അല്ലാഹു സുബ്ഹാനഹു തആല മലക്കുകളെ ഇറക്കി, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കമുള്ള മലക്കുകളെ ഇറക്കിയിട്ട് അല്ലാഹു ശത്രുപക്ഷത്തിനെ നിശേഷമായി പരാജയപ്പെടുത്തുകയും 12,000 ശത്രുക്കൾ പരാജയപ്പെട്ടു ഓടി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 11,000 മനുഷ്യ ശത്രുക്കളായ ഈ 1000 കൂടിയാലാണ് 12,000 ആകുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? വലിയൊരു പാഠമാണ് ബദർ എന്നത്. ബദറിന്റെ പാഠം എന്താ? ബദറിന്റെ പാഠം എന്താ? ആയുധം കൊണ്ടാണോ അവർ വിജയിച്ചത്? അല്ല. ആൾബലം കൊണ്ടാണോ വിജയിച്ചത്? അല്ല. നമുക്കൊക്കെ ചിലപ്പോൾ തോന്നും കായിക ശക്തിയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആൾബലമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായത് കൊണ്ട് വിജയിക്കാൻ പറ്റുമെന്ന്. അല്ല. ബദറിന്റെ ഏറ്റവും വലിയ പാഠം എന്നത് ഈ
ഈമാൻ ഒരു മനുഷ്യനുണ്ടായി കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിൻ്റെ ഹൃദയത്തിൽ ഈമാൻ കുടികൊണ്ടാൽ, ഹൃദയത്തിൽ ഈമാൻ കുടികൊണ്ടാൽ ഒരു പേടിയും നമുക്ക് വേണ്ട, ഒരു ടെൻഷനും വേണ്ട, അവൻ വിജയിക്കുക തന്നെ ചെയ്യും. ഈമാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആയുധം. ഈമാൻ എന്ന ആയുധം കൊണ്ടാണ് വിജയിച്ചത്. ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും അത് തന്നെയാണ്. നമുക്കെല്ലാം ഉണ്ടല്ലോ, എല്ലാമുണ്ട്. നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് മറ്റുള്ള എല്ലാ ഭൗതികമായ മുഴുവൻ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വേണ്ടുന്നതായ ഒരു കാര്യം ഈമാൻ എന്നത് നമുക്ക് കുറഞ്ഞതുകൊണ്ട് ശത്രുക്കൾ ആക്രമിക്കുന്നു, നമുക്ക് സ്വയം നമുക്കൊരു പേടി വരുന്നു, എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ബദർ നമുക്ക് പാഠമാക്കണം. നാളെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ബദരീങ്ങളുടെ ആണ്ട്. ആ ചരിത്ര സ്മരണ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാകട്ടെ. നമുക്കെല്ലാവർക്കും ആ ബദരീങ്ങളുടെ പാഠം, അത് വെറും നമ്മളൊരു മൗലൂദ് ഓതി ബദരീങ്ങളെ സ്മരിച്ച് അതല്ലെങ്കിൽ ഇഫ്താറുണ്ടാക്കി കൊടുക്കൽ മാത്രമായി പോകരുത്. അതോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ബദറിൻ്റെ പാഠം നമ്മളെല്ലാവരും, എൻ്റെ പ്രിയപ്പെട്ട ഹംദന്തിരം കുടുംബാദികൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നമ്മൾ വിജയിക്കണം. ഈമാനിയായ ഒരു ശക്തി, ഒരു പവർ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാ. പടച്ചറബ് നീ അവരെ സഹായിക്കണേ റഹ്മാനെ, നീ അവരെ കാക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ പേര് ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ എല്ലാ കാര്യങ്ങളും സഫലീകരിക്കപ്പെടുമെന്ന് ചരിത്രമാണല്ലോ, അല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളുടെ പേര് ചൊല്ലിയും മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ ഓതിയും നമുക്ക് പടച്ചറബിലേക്ക് അടുക്കാം, നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാം, നമ്മുടെ കാര്യങ്ങൾ അവരെ തവസ്സുലാക്കി ചൊല്ലാം. അല്ലാഹു സുബ്ഹാനഹു തആല റാഹത്താക്കട്ടെ. ബദരീങ്ങൾ പേരീനെ ഓതുന്ന ലോകർക്ക് ബദനിൽ വാബകൾ നവില്ല എന്നോവർ. തീയുകൾ കത്തേലും മതിലുകൾ പൊട്ടലും മറ്റും ഫിത്നവരവില്ല എന്നോവർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.